നമസ്കാരം. വയനാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി തിരുനെല്ലിയിലെത്തി ദർശനം നടത്തി. പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത സ്ഥലമാണ് തിരുനെല്ലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വൈകാരികമായ ആത്മബന്ധം തിരുനെല്ലിയുമായി ഉണ്ട്. തീർത്തും കേരളീയ വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ അകലെ തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷമാണ് രാഹുൽ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AICC സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, മുകുൾ വാസ്നിക് തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വയനാട്ടിലെ ക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം തിരുനെല്ലിയിൽ എത്തിയ ശേഷം ഇവിടെ ദേവസ്വം ബോർഡിന്റെ വിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിച്ചിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയത്. തുടർന്ന് രാഹുൽ പിതൃതർപ്പണവും നടത്തിയിട്ടുണ്ട്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് തിരുനെല്ലി. അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത ക്ഷേത്രമാണ് തിരുനെല്ലിയിലേത്. ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപനാശിനിക്കരയിൽ പിതൃതർപ്പണം നടത്തിയത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി SPG സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ക്ഷേത്രത്തിലും തിരുനെല്ലി SAUP സ്കൂൾ മൈതാനത്തും എത്തി ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ക്ഷേത്ര ദർശനത്തിനും പിതൃതർപ്പണത്തിനും ശേഷം ഇന്ന് അദ്ദേഹം പോകുന്നത് സുൽത്താൻ ബത്തേരിയിലെ പൊതുയോഗ സ്ഥലത്തേക്കാണ്. അദ്ദേഹം ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടും. വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട തിരുവമ്പാടി, മലപ്പുറം ജില്ലയിൽപ്പെട്ട വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവ കൂടി രാഹുൽ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എത്തുന്നതിന്റെ ഭാഗമായി തിരുനെല്ലി, ബത്തേരി എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പപ്പാറ മുതൽ തിരുനെല്ലി വരെ വലിയ വാഹനങ്ങളും മൾട്ടി ആക്സിൽ വാഹനങ്ങളും പ്രവേശിക്കരുതെന്നും SALP സ്കൂൾ പരിസരത്തും ഹെലിപാഡിന് സമീപത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും പോലീസ് മേധാവി അറിയിച്ചിരുന്നു. അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക 3 വിഷയങ്ങളെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക തകർച്ച, അഴിമതി, കാർഷിക മേഖലയിലെ വിലയിടിവ് എന്നിവയാകും പ്രധാന വിഷയങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ നൽകാതെ സാമ്പത്തിക ഘടനയെ തകിടം മറിച്ച BJP ആണ് ദേശവിരുദ്ധരെന്നും രാഹുൽ വയനാട്ടിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഇന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. അംബാനിക്ക് 30,000 കോടി നൽകിയതും തൊഴിൽ രഹിതർക്ക് അവസരങ്ങൾ നിഷേധിച്ചിരിക്കുന്നതുമാണ് ദേശവിരുദ്ധതയെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നും മോദിയുടെ അനിൽ ഭായ് ആയതാണ് അംബാനിക്ക് റാഫേൽ കരാറിനുള്ള യോഗ്യതയെന്നും രാഹുൽ ആരോപിച്ചു. CPM-നെ നേരിട്ട് വിമർശിച്ചില്ലെങ്കിലും അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് കോൺഗ്രസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഏതായാലും സുൽത്താൻ ബത്തേരിയിലെ പൊതുയോഗ സ്ഥലത്തേക്ക് അദ്ദേഹം ഉടൻ തന്നെ പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാപനാശിനിക്കരയിൽ അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധിക്ക് അദ്ദേഹം പിതൃതർപ്പണവും നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുനെല്ലിയും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കായി ഒരുക്കിയിരിക്കുന്നത്.